അഹ്ലൻ അബുദാബിയുടെ ഈ ആഴ്ചത്തെ കാഴ്ചകളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അബുദാബിയിലെ ഈ ആഴ്ചത്തെ വാർത്തകളും വിശകലനവുമായി ക്യാപിറ്റൽ ന്യൂസ്. അബുദാബി ചേംബർ ഓഫ് കൊമേഴ്സ് ഡയറക്ടർ ബോർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രമുഖ മലയാളി വ്യവസായി MA യൂസുഫ് അലി തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർച്ചയായി ഇത് 3-ാം തവണയാണ് അബുദാബി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് MA യൂസുഫ് അലി തെരഞ്ഞെടുക്കപ്പെടുന്നത്. 13 സ്വദേശികളെയും 2 വിദേശികളെയുമാണ് ചേംബറിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. തുടർച്ചയായി 3-ാമത്തെ വിജയം ഇവിടുത്തെ വ്യാപാര സമൂഹത്തിനും ഇവിടുത്തെ ഭരണാധികാരികൾക്കും ഇന്ത്യൻ സമൂഹത്തിനുമായി സമർപ്പിക്കുന്നതായി MA യൂസുഫ് അലി തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്ററിൽ വെച്ച് അമൃത ന്യൂസിനോട് പറഞ്ഞു. അബുദാബി ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിൽ 3-ാം പ്രാവശ്യവും എന്നെ തിരഞ്ഞെടുത്ത അബുദാബി ബിസിനസ് സമൂഹത്തിന്, വിശിഷ്യ അറബി സഹോദരന്മാർക്ക്, സ്വദേശികൾക്ക്, വിദേശികൾക്ക്, വിശിഷ്യ മലയാളികൾക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ നന്ദി പറയട്ടെ. അവരുടെ സഹകരണവും അവരുടെ ആത്മാർത്ഥതയും അവരുടെ സഹകരണവും ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ 3-ാം പ്രാവശ്യവും ജയിക്കുമായിരുന്നില്ല. ഇതിന് ഇവിടെ വന്ന് ചേംബർ ഓഫ് കൊമേഴ്സിൽ മത്സരിക്കാൻ സാഹചര്യം ഉണ്ടാക്കുന്ന ബഹുമാനപ്പെട്ട UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാൻ അവർക്കും, അബുദാബി ക്രൗൺ പ്രിൻസും ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ അവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. UAE സമയം വൈകുന്നേരം 8:45 ഫലം പ്രഖ്യാപിക്കുമ്പോൾ തിങ്ങി നിറഞ്ഞ പുരുഷാരം ഹർഷാരവത്തോടെയാണ് യൂസുഫ് അലിയുടെ വിജയത്തെ സ്വീകരിച്ചത്. മുൻ വർഷങ്ങളെക്കാൾ മികച്ച ഭൂരിപക്ഷമാണ് ഇക്കുറി MA യൂസുഫ് അലിക്ക് ലഭിച്ചത്. അബുദാബി മലയാളി സമാജം വനിതാ വിഭാഗം മഫ്രഖ് ഹോസ്പിറ്റലുമായി ചേർന്ന് സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് വൻപിച്ച ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. അബുദാബി ഗവൺമെന്റ് അതോറിറ്റിയായ സേഹയുടെ കീഴിലുള്ള മഫ്രഖ് ഹോസ്പിറ്റലുമായി സംഘടിപ്പിച്ചാണ് മെഡിഫെസ്റ്റ് 2014 നടത്തിയത്. സമാജം വനിതാ വിഭാഗം സംഘടിപ്പിച്ച ഈ ക്യാമ്പ് വൻ വിജയമായിരുന്നുവെന്ന് കൺവീനർ ഡോക്ടർ രേഖ പ്രസാദ് അമൃത ന്യൂസിനോട് പറഞ്ഞു. ആദ്യമായിട്ടാണ് മഫ്രഖ് ഹോസ്പിറ്റൽ പബ്ലിക്കിലേക്ക് ഇറങ്ങി വന്ന് ഇങ്ങനെയൊരു ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നത്. മെഡിഫെസ്റ്റ് 2014 എന്ന ഈ പ്രോഗ്രാം വൻ വിജയമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, വളരെയധികം ജനങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. മഫ്രഖ് ആശുപത്രിയിലെ 6 വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പാരാമെഡിക്കൽ സ്റ്റാഫ് അടക്കം 30ഓളം പേർ പങ്കെടുത്ത മെഡിക്കൽ ക്യാമ്പിൽ പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, സൂര്യാഘാതം മൂലമുണ്ടാകുന്ന പൊള്ളലുകൾ എന്നിവയ്ക്കുള്ള പരിശോധനകളും ചികിത്സകളും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകളും നടന്നു. അബുദാബി മോഡൽ സ്കൂളിന് വിദ്യാഭ്യാസ കൗൺസിലിന്റെ A ബാൻഡ്. ഈ മേഖലയിൽ ഈ നേട്ടം മോഡൽ സ്കൂളിന് മാത്രമാണ് കൈവരിക്കാനായത്. അബുദാബി വിദ്യാഭ്യാസ കൗൺസിൽ വിവിധ സ്കൂളുകളിൽ നടത്തിയ ഇൻസ്പെക്ഷന് ശേഷമാണ് ഗുഡ് ഗ്രേഡോടെ മോഡൽ സ്കൂളിന് A ബാൻഡ് നൽകിയത്. അബുദാബി അലൈൻ മേഖലയിലെ ഇന്ത്യൻ സ്കൂളുകളിൽ മോഡൽ സ്കൂളിന് മാത്രമാണ് ഈ നേട്ടം കൈവരിക്കാനായത്. ഈ നേട്ടത്തിൽ എല്ലാവരോടുമൊപ്പം താനും പങ്കുചേരുന്നുവെന്ന് സ്കൂൾ പ്രിൻസിപ്പാൾ അബ്ദുൽ ഖാദർ അമൃത ന്യൂസിനോട് പറഞ്ഞു. അബുദാബി മോഡൽ സ്കൂളിൽ 4800ഓളം കുട്ടികളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ അബുദാബി എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ഇൻസ്പെക്ഷനിൽ A ബാൻഡ് നേടിയ ഏക ഇന്ത്യൻ വിദ്യാലയമാണ് അബുദാബി മോഡൽ സ്കൂൾ. ഇത്രയും നല്ല അംഗീകാരം ലഭിച്ചതിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും കൂടെ ആ സന്തോഷത്തിൽ സ്കൂളിൻ്റെ അധികൃതരായ ഞങ്ങളെല്ലാവരും പങ്കുചേരുന്നു. സ്കൂളിലെ സെക്കൻഡറി വിഭാഗത്തിനാണ് നേട്ടം ലഭിച്ചിരിക്കുന്നത്. 8 വിഭാഗമായി തിരിച്ചാണ് വിദ്യാഭ്യാസ കൗൺസിൽ പരിശോധന നടത്തിയത്. ഇതിൽ 5 എണ്ണത്തിലും മോഡൽ സ്കൂൾ മുന്നിലെത്തി. അബുദാബി സെന്റ് സ്റ്റീഫൻസ് സിറിയൻ ഓർത്തഡോക്സ് ഇടവകയിലെ സൺഡേ സ്കൂൾ വാർഷികാഘോഷങ്ങൾ ഇവാഞ്ചലിക്കൽ സെന്ററിൽ നടന്നു. ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് പരിപാടികളിൽ പങ്കെടുത്തത്. ഇടവക വികാരി റവറൻ ഫാദർ ജിബി ഇച്ചിക്കോടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സൺഡേ സ്കൂൾ സെക്രട്ടറി പ്രിൻസ് ജോൺ സ്വാഗതവും പ്രധാന അധ്യാപിക ഷീല പ്രിൻസ് റിപ്പോർട്ടും വായിച്ചു. തുടർന്ന് വിവിധ ക്ലാസുകൾ തിരിച്ച് ഗ്രൂപ്പ് സോങ്, സംഘനൃത്തം തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറി. അബുദാബി ക്നാനായ ഇടവക വികാരി സിബി ഏലിയാസ്, ജോ സക്കറിയ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. മാതാപിതാക്കളും കുട്ടികളുമടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. അബുദാബി മാർത്തോമ ചർച്ച് ഗായക സംഘത്തിന്റെ നേതൃത്വത്തിൽ വണ്ടർഫുൾ സേവിയർ എന്ന പേരിൽ സംഗീത സായാഹ്നം സംഘടിപ്പിച്ചു. അബുദാബി മാർത്തോമ ഇടവകയിലെ ഗായക സംഘത്തിന്റെ നേതൃത്വത്തിൽ മിഷണറീസ് UAEയുമായി ചേർന്ന് 100ഓളം ഗായകരാണ് വണ്ടർഫുൾ സേവ്യർ എന്ന സംഗീത സായാഹ്നം അവതരിപ്പിച്ചത്. നിർധനരായ പെൺകുട്ടികളുടെ വിവാഹ ആവശ്യത്തിന് ധനസമാഹരണത്തിനായിട്ടായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യൻ സ്കൂൾ പ്രധാന അധ്യാപിക ശ്രീമതി മേരി മാത്യു മുഖ്യാതിഥിയായിരുന്നു. ഇടവക വികാരി റവറൻ ഫാദർ പ്രകാശ് എബ്രഹാം അധ്യക്ഷത വഹിച്ചു.
പരിപാടിയിൽ ഇടവക അംഗങ്ങളും മറ്റ് സഹോദര സഭകളിൽ നിന്നുള്ള വിശ്വാസികളുമടക്കം നിരവധി ആൾക്കാർ പങ്കെടുത്തു. അൽ ഇത്തിഹാദ് സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ അണ്ടർ 14 ഫുട്ബോൾ മത്സരങ്ങൾ അബുദാബിയിൽ നടന്നു. 4 വയസ്സ് മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അൽ ഇത്തിഹാദ് സ്പോർട്സ് അക്കാദമി സംഘടിപ്പിക്കുന്ന അണ്ടർ 14 ഫുട്ബോൾ മത്സരങ്ങൾ അബുദാബിയിൽ നടന്നു. അന്തർദേശീയ തലത്തിൽ വിവിധ ക്ലബ്ബുകളിൽ സേവനമനുഷ്ഠിച്ച വിദഗ്ധരായ കോച്ചുകൾ പരിശീലനം നൽകുന്ന അൽ ഇത്തിഹാദ് സ്പോർട്സ് അക്കാദമിയുടെ ക്യാമ്പുകൾക്ക് ഇതോടെ തുടക്കമായി. ഓഗസ്റ്റ് 12-14 തീയതികളിൽ ബാംഗ്ലൂരിൽ നടക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ അണ്ടർ 14 ഫുട്ബോൾ ടീമുമായി അബുദാബി അൽ ഇത്തിഹാദ് സ്പോർട്സ് അക്കാദമിയിലെ കളിക്കാർ ഏറ്റുമുട്ടും. ഇത്തിഹാദിന്റെ ആദ്യ 11-ൽ കളിക്കുന്നവരിൽ 9 പേരും മലയാളികളായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ആത്മസംസ്കരണത്തിന്റെ നാളുകളാണ് പരിശുദ്ധ റംസാൻ. റംസാൻ നോമ്പിന്റെ ആദിപത്തിലെ സവിശേഷതകളുമായി നോമ്പിന്റെ ചിന്തകളിൽ അഹമ്മദ് നിസാം ബാഖവി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് പഠിപ്പിച്ചു, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഈ ലോകത്തിന് ജീവിക്കാൻ ഏറ്റവും ഉത്തമമായ മാതൃകയായ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിനെ അവതരിപ്പിക്കപ്പെട്ട മാസം പരിശുദ്ധമായ റമദാനാണെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ നാം നിലകൊള്ളുന്നത് പരിശുദ്ധമായ റമദാനിലെ അനുഗ്രഹത്തിൻ്റെ ദിനരാത്രങ്ങളടങ്ങിയ ആദ്യപത്തിലാണ്. വിശപ്പിലും ദാഹത്തിലും നാം എല്ലാവരും സമം. വിശപ്പും ദാഹവും അനുഭവിക്കുന്ന വിഷയത്തിൽ നാമും നമ്മുടെ മറ്റു ഇതര മതസുഹൃത്തുക്കളും സമന്മാർ തന്നെയാണ്. വിശപ്പ് മനുഷ്യനെ അത് നന്നാക്കുന്നു. അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്. അവൻ തന്നെയാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവൻ. ഈ വിശപ്പും ദാഹവും നിശ്ചയം നമുക്ക് അനുഗ്രഹമേ ഉണ്ടാക്കൂ. എല്ലാവരും വിശപ്പ് അനുഭവിക്കുന്നു, എല്ലാവരും ദാഹത്തിലും തുല്യർ തന്നെ. അത് തന്നെയാണല്ലോ ഈ നോമ്പുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത്. എല്ലാവരും തുല്യർ, സസ്യഭുക്കെന്നോ മാംസഭുക്കെന്നോ യാതൊരുവിധ വ്യത്യാസവുമില്ല. ഇവിടെയാണ് യഥാർത്ഥമായ ലക്ഷ്യം നേടൽ. ലോകത്ത് ഒരു നേരത്തെ വിശപ്പടക്കാൻ വേണ്ടി പാടുപെടുന്ന നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കൽ. ഓർക്കണം, വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് മൃഗത്തിൻ്റെ മലദ്വാരത്തിൽ വായ വെച്ചുകൊണ്ട് വിസർജ്യ വസ്തുവെ വിശപ്പടക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന പാവപ്പെട്ട ആഫ്രിക്കക്കാരൻ്റെ നീറുന്ന അവസ്ഥയോട് തീന്മേശയ്ക്ക് മുമ്പിലിരുന്ന് എന്ത് ഞാൻ കഴിക്കണമെന്ന് അമാന്തിച്ചു നിൽക്കുന്ന നമ്മുടെ അനുഗ്രഹം നിറഞ്ഞ അവസ്ഥയെ ഒന്ന് തുലനം ചെയ്തു നോക്കുക. അള്ളാഹു നമുക്ക് എത്രമാത്രം അനുഗ്രഹമാണ് ചെയ്തിരിക്കുന്നത്. നമുക്കെവിടെയാണ് കാരുണ്യം? നമുക്കെവിടെയാണ് നന്ദി? നമ്മുടെ അള്ളാഹു കാട്ടുന്ന ഈ വലിയ അനുഗ്രഹത്തിന് നാം മനസ്സ് നിറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിച്ചിട്ടുണ്ടോ? താൻ ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും യഥാർത്ഥ വിശ്വാസിയാകുകയില്ല എന്ന് പഠിപ്പിച്ച ഈ ലോകത്തിൻ്റെ ഗുരുവര്യർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കിനോട് നാം എത്രമാത്രം കൂറുപുലർത്തി. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ലെന്ന് പഠിപ്പിച്ച പ്രവാചകരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുത്തെ മാതൃക നാം പിൻപറ്റുക. പരമാവധി നമ്മുടെ ജീവിതത്തിൽ കരുണയുമായി ബന്ധപ്പെടുക. കാരുണ്യത്തിൻ്റെ വറ്റാത്ത ഉറവയായി നാം നിലകൊള്ളുക. കരുണ കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുന്ന ആദ്യ 10 ദിനരാത്രങ്ങളിൽ നാം വളരെയധികം റബ്ബിനോട് തേടിക്കൊണ്ടേയിരിക്കുക, കരുണ ചോദിച്ചുകൊണ്ടേയിരിക്കുക. ചോദിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ. കൃപ കാണിക്കുന്നവരിൽ ഏറ്റവും ഉത്തമനായ കൃപ കാണിക്കുന്ന അള്ളാഹുവെ, ഞങ്ങളോട് നീ കൃപ കാണിക്കണേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യാം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മത്സ്യബന്ധന മേഖലയിലെ തൊഴിലാളികളുടെ വ്യത്യസ്തമായ ജീവിതത്തിലേക്കാണ് ഇത്തവണ ക്യാപിറ്റൽ ക്യാൻവാസ് കടന്നു ചെല്ലുന്നത്. ഗൾഫിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ തൊഴിലാളികളിലെ ഒരു വലിയ വിഭാഗമാണ് മത്സ്യബന്ധനത്തിലേർപ്പെടുന്ന മലയാളികൾ. വളരെയധികം കഠിനാധ്വാനവും ദുരിതം നിറഞ്ഞതുമായ ഇവരുടെ ജീവിതത്തിലേക്ക് ക്യാപിറ്റൽ ക്യാൻവാസിന്റെ ക്യാമറ കടന്നു ചെല്ലുകയാണ്. അബുദാബിയുടെ തീരപ്രദേശത്തെ പ്രധാന വ്യവസായം മത്സ്യബന്ധനം തന്നെയാണ്. സ്വദേശി പ്രമുഖരിൽ
വലിയൊരു വിഭാഗം ഇപ്പോഴും ഈ ബിസിനസ് തുടർന്നു വരുന്നു. ഇവർക്കു വേണ്ടി ജോലി ചെയ്യുന്നവരിൽ 90% മലയാളികളാണെന്നുള്ളതാണ് ഒരു പ്രത്യേകത. കഠിനാധ്വാനവും അർപ്പണബോധവും വിശ്വസ്തതയും ആത്മാർത്ഥതയും ഒക്കെ തന്നെയാണ് മലയാളി തൊഴിലാളികളെ ഈ മേഖലയിലും മുൻപന്തിയിലെത്തിക്കാൻ കാരണം. വേനൽ കടുത്തതോടെ മത്സ്യത്തിൻ്റെ ലഭ്യത കുറയും. വെള്ളത്തിന് ചൂട് കൂടുമ്പോൾ തണുത്ത പ്രദേശത്തേക്ക് മീനുകൾ കൂട്ടത്തോടെ യാത്രയാവും. ഇതോടെ മത്സ്യത്തൊഴിലാളികളുടെ ജോലിഭാരം കൂടുകയായി. കടലമ്മയുടെ കനിവ് തേടി ഈ തൊഴിലാളികളും ഈ പ്രദേശത്തെ ലക്ഷ്യമാക്കി യാത്രയാവുകയായി. അബുദാബി നഗരത്തിൽ നിന്നു മാറി കൊച്ചു കൊച്ചു ദ്വീപുകളുള്ള ഈ ഭാഗത്ത് ഏത് ശക്തമായ വേനലിലും കടൽ വെള്ളത്തിന് ചൂട് കുറവായിരിക്കും. മത്സ്യബന്ധനത്തിനായി ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന വലകൾ മീനുകൾക്കുള്ള ഒരു കെണിയാണ്. വേലിയേറ്റ സമയങ്ങളിൽ ഇതിനുള്ളിലേക്ക് കയറുന്ന മീനുകൾക്ക് പിന്നെ പുറത്തിറങ്ങാൻ കഴിയില്ല. വേലിയിറക്കത്തിൽ തൊഴിലാളികൾ ഈ കെണിക്കുള്ളിൽ കടന്ന് ഇവിടെ അകപ്പെട്ട മീൻ വലയിലാക്കുന്നു. ഏറെ കഠിനാധ്വാനം നിറഞ്ഞ ഒരു ജോലിയാണ് മത്സ്യബന്ധനം എന്ന് നേരത്തെ പറഞ്ഞതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വലയിലകപ്പെട്ട മീൻ ബോട്ടിലേക്ക് വലിച്ചു കയറ്റുന്നത്. മീനിന്റെ ലഭ്യത അനുസരിച്ച് ഒരു ട്രിപ്പിൽ 2-3 തവണ ഇങ്ങനെ വലയിടുകയാണ് പതിവ്. നെയ്സർ എന്ന് പറയുന്ന ചെറിയ മീനുകളാണ് ചൂടുകാലത്ത് ഇവിടെ കൂടുതൽ കിട്ടുന്നത്. മിയ, ഹമൂർ എന്നിങ്ങനെയുള്ള മത്സ്യങ്ങളും നൂവാം എന്നറിയപ്പെടുന്ന തെരണ്ടി വർഗത്തിൽപ്പെടുന്ന ഏകദേശം 10 കിലോ തൂക്കം വരുന്ന ഒരു പ്രത്യേകതരം മീനും ഇവരുടെ വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. റമദാൻ മാസമായതോടെ മത്സ്യത്തിന് ആവശ്യക്കാർ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പുലരും മുൻപേ മത്സ്യബന്ധനത്തിനിറങ്ങിയ ഇവർ വെയിൽ ശക്തമാവുന്നതിന് മുൻപേ മീനുമായി യാത്ര തിരിക്കും. ഈ ചൂട് സമയം വരുമ്പോൾ ചെറിയ ഐറ്റം മീനാണ് ഇവിടെ കൂടുതൽ കിട്ടൽ. അത് ഇവിടെ അറബികൾ പറയുന്ന നെയ്സർ, നമ്മുടെ നാട്ടിൽ അപൂർവമാണ് ഈ മീൻ കാണാറില്ല. പിന്നെ നമ്മളെ നാട്ടിൽ കിട്ടുന്ന തിരുത, ഇവിടെ അറബികൾ പറയും ബിയ, അത് ധാരാളം കിട്ടും ചൂട് സമയം വരുമ്പോൾ. തണുപ്പ് സമയം വരുമ്പോൾ ധാരാളം കിട്ടും അയക്ര. പിന്നെ ഇവിടെ ഒരു പ്രധാന മീനാണ് ആമൂർ, അതും കിട്ടും ചൂട് സമയത്തും തണുപ്പ് സമയത്തും ധാരാളം കിട്ടും. പ്രധാനമായിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന മീൻ തണുപ്പ് സീസണിൽ അയക്ര. മീൻ പിടിക്കാനായിട്ട് തണുപ്പ് വരുന്ന സമയമാണെങ്കിൽ നമ്മൾ വൈകുന്നേരം 5 മണിക്ക് വരും, രാത്രി ഒരു 2 മണി 1 മണി 12 മണിക്കൊക്കെ തിരിച്ചു ഇങ്ങോട്ട് വരും. ചൂട് സമയമാകുമ്പോൾ രാത്രി 3 മണിക്ക് വരും, കാലത്ത് 6 മണി പണി അവസാനിക്കും. ഈ മീന് ഞങ്ങൾ കാലത്ത് വന്ന് മീൻ എടുത്തു കഴിഞ്ഞ ദിവസം മീനയിൽ മാർക്കറ്റുണ്ട്, മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കാറാണ് പതിവ്. കരയിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ അകലെ വരും ഈ മീൻ എടുക്കാനായിട്ട്. തണുപ്പ് സീസണിൽ അയക്കറ എടുക്കാനാണെങ്കിൽ നമ്മൾക്ക് കിലോമീറ്റർ പറയാൻ കഴിയില്ല, കുറേ അകലൊക്കെ പോകും. ഇന്ന് ഇവിടുന്ന് അബുദാബിയിൽ നിന്ന് വിട്ടാൽ ദുബായി പോകും, മർഫയിൽ പോകും, അങ്ങനെ അകലക്കൊക്കെ മർഫ കഴിഞ്ഞപ്പുറം ശില ഉണ്ട്, ശിലയുടെ ഭാഗത്തൊക്കെ പോയി എടുത്തു വരും മീൻ. അപൂർവമായി മാത്രം കിട്ടുന്ന ഈ ചാകരയ്ക്കായി നാളുകളെണ്ണി കാത്തിരിക്കുകയാണ് ഈ പ്രവാസികൾ. അതോടൊപ്പം മീനുകൾക്ക് പഞ്ഞമില്ലാത്ത തണുപ്പ് കാലത്തേക്കുള്ള ഒരു മുന്നൊരുക്കവും.
നോമ്പ് തുറയ്ക്കായി ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പലഹാരങ്ങളുമായി സായിദ മെഹബൂബ്. ഇന്നത്തെ ഇഫ്താർ പലഹാരത്തിൽ നാം പരിചയപ്പെടുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ബ്രെഡ് തേങ്ങാപ്പോള എന്ന ഒരു പുതിയ വിഭവമാണ്. പാൽ, മുട്ട, പഞ്ചസാര എന്നിവ മിക്സിയിൽ അടിച്ചെടുക്കുന്നു. ബ്രെഡ് പൊടിച്ചെടുത്ത് അതിലേക്ക് നാളികേരം, നെയ്യ്, ഏലക്കാപ്പൊടി, അണ്ടിപ്പരിപ്പ് എന്നിവയും മിക്സിയിൽ അടിച്ചെടുത്ത പാൽ, മുട്ട മിശ്രിതവും ചേർത്ത് നന്നായി കലർത്തുക. അടച്ചു മൂടി വയ്ക്കാവുന്ന പാനിൽ നെയ്യ് പുരട്ടി അതിലേക്ക് ഈ മിശ്രിതമൊഴിച്ച് 10 മിനിറ്റ് വേവിക്കുക. പിന്നീട് മറിച്ചിട്ട് മറുഭാഗം കൂടെ വേവിക്കുക. ബ്രെഡ് തേങ്ങാപ്പോള റെഡി. നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റുന്ന വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുര പലഹാരമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ശക്തമായ ചൂടിലാണ് ഇക്കുറി റംസാൻ നോമ്പ് ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റംസാനിലെ ഭക്ഷണക്രമങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് അബുദാബി യൂണിവേഴ്സൽ ഹോസ്പിറ്റലിലെ ഡയറ്റീഷ്യൻ ഷബ്നി ഹമീദ് ക്യാപിറ്റൽ ടിപ്സിൽ. റമദാൻ അഥവാ നോമ്പ് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ശുദ്ധീകരിക്കുന്ന ഒരു പുണ്യമാസമാണ്. റമദാനിലെ ഭക്ഷണരീതി ആരോഗ്യകരമല്ലെങ്കിൽ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യാൻ കാരണമാകും. കടുത്ത ചൂടിൽ ജോലി ചെയ്യുന്നവർ, സാധാരണക്കാർ, അസുഖമുള്ളവർ എങ്ങനെ ഈ നോമ്പുകാലത്ത് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാമെന്നാണ് നമ്മൾ ഇവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നത്. റമദാനിലെ ഭക്ഷണ രീതി എങ്ങനെയായിരിക്കണം? റമദാനിലും 3 നേരമായി തന്നെ ഭക്ഷണത്തെ ക്രമീകരിക്കാം. 14 മണിക്കൂർ നീണ്ട നേരത്തെ നോമ്പിന് ശേഷം നോമ്പ് തുറക്കുമ്പോൾ ഈത്തപ്പഴമോ വെള്ളമോ ഉപയോഗിച്ച് നോമ്പ് തുറക്കുന്നതാണ് ഉത്തമം. ഖുർആനിലും അത് പ്രതിപാദിച്ചിട്ടുള്ളതാണ്. ഈത്തപ്പഴത്തിലെ ഗ്ലൂക്കോസിന് ശരീരത്തിലേക്ക് വളരെ വേഗത്തിൽ തന്നെ എനർജി നൽകാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുന്നതാണ് ഏറ്റവും ഉത്തമം. വെള്ളം കൊണ്ടും നോമ്പ് തുറക്കാം. പക്ഷേ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുകയാണെങ്കിൽ അതിൻ്റെ അളവ് കുറച്ച് മാത്രം ഉപയോഗിക്കുക അന്നേരം. അതിനുശേഷം ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ, സൂപ്പോ നാരുകൾ അടങ്ങിയ ഫ്രൂട്ട് ജ്യൂസസോ അതല്ലെങ്കിൽ പലതരത്തിലുള്ള ഫ്രൂട്ട്സോ അന്നേരം ഉൾപ്പെടുത്താവുന്നതാണ്. അതിനുശേഷം 2 മണിക്കൂർ കഴിഞ്ഞ് പ്രധാനമായിട്ടുള്ള ഭക്ഷണം ഉൾപ്പെടുത്താവുന്നതാണ്. അതിൽ നാരുകൾ അടങ്ങിയ ധാന്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. പ്രോട്ടീൻസ്, മാംസ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഗ്രിൽ ചെയ്ത ചിക്കനോ ഫിഷോ ഉൾപ്പെടുത്താം. മട്ടൺ, ബീഫ് എന്നിവ പരമാവധി കുറയ്ക്കുക. കാരണം അതിൽ കൊഴുപ്പിൻ്റെ അളവ് വളരെയധികം കൂടുതലാണ്. ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ചിരിക്കുന്നവർ നോമ്പുകാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? കലശലായ അസുഖമുള്ളവർക്ക് നോമ്പിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള അനുവാദം ഖുർആനിൽ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഗുളികകൾ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ അത് നോമ്പിന് മുൻപായി തന്നെ ഡോക്ടറുടെ സഹായത്തോടു കൂടി ഏതൊക്കെ സമയങ്ങളിൽ അത് കൃത്യമായി കഴിക്കണം, നോമ്പിന് ശേഷം ഇഫ്താറിന് ശേഷം കഴിക്കേണ്ട ഗുളികകൾ അതേ സമയത്തും അതുപോലെ തന്നെ രാവിലെ അത്താഴത്തിൻ്റെ സമയത്ത് കഴിക്കേണ്ട ഗുളികകൾ അന്നേരവും കൃത്യമായി കഴിക്കണം. നോമ്പുകാലത്ത് ശക്തമായ ചൂടിൽ ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പുറത്ത് ജോലി ചെയ്യുന്ന പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ലഭിക്കുന്ന സമയത്ത്, ഉച്ച സമയത്ത് പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുക. അതുപോലെ നോമ്പ് തുറന്നതിന് ശേഷം അവരുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകമായി മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് നന്നായി വെള്ളം കുടിക്കുക.
ഫുഡിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പുറത്തെ ചൂടിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് മിനറൽസ് ധാരാളം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സോഡിയം, പൊട്ടാഷ്യം ഇതെല്ലാം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ഇവ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യകരമായ ഭക്ഷണം, വെള്ളത്തിൻ്റെ അളവ്, പ്രോപ്പറായിട്ടുള്ള വിശ്രമം, മെഡിസിൻസ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ റംദാൻ ആരോഗ്യകരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അബുദാബി മദീന സെയ്ദിലെ കേവ്സ് ആൻഡ് ഷെയ്പ്സ് ബ്യൂട്ടിക്കിലെ പുതിയ ഫാഷൻ വസ്ത്രങ്ങളെക്കുറിച്ചാണ് ഇത്തവണ ക്യാപിറ്റൽ ലൈഫിൽ. ടീനേജേഴ്സിനും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും എന്നാൽ ധരിക്കുവാൻ വളരെ കംഫർട്ടബിളുമായ കുർത്തീസും ലെഗിങ്സുമാണ് ക്യാപിറ്റൽ ലൈഫിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഇതൊക്കെ ഡെനിം കുർത്തീസ് ആണല്ലേ? അതെ, ഇതിപ്പോൾ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ പിന്നും കൊണ്ടുവന്നതായി സാധനങ്ങളൊക്കെ. ഇപ്പോഴത്തെ ഭയങ്കര ഫാസ്റ്റ് മൂവിങ്. അതെ അതെ, ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇണങ്ങുന്ന പല പല സൈസുകളിലുണ്ട് നമുക്കിത്. പ്രൈസ് റേഞ്ച് ഒക്കെ എങ്ങനെയാ? ഇത് 100 സ്റ്റാർട്ടിങ് 100 ആണ്. ഇതൊക്കെ ഇന്ത്യൻ ടച്ചുള്ള മോഡേൺ ട്രെൻഡി ഔട്ട്ഫിറ്റ്സ് ആണ്. ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിസൈൻസും എംബ്രോയിഡറി വർക്കും ഒക്കെ ഉള്ള കുർത്തീസാണിത് ഡെനിമിൻ്റെ. ഇത് നമുക്ക് XL തൊട്ട് 5XL വരെയുള്ള പല പല ഡിസൈൻസിലും കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ എവിടെ നിന്ന്, ഇന്ത്യയിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നതാണോ അതോ? എല്ലാം ഇവിടുത്തെ എല്ലാ പീസസും ഇന്ത്യയിൽ നിന്നാണ്. ഇതൊക്കെ ബോംബെ എന്ന് പറഞ്ഞാൽ അല്ലേ? ഈ പീസ് വളരെ ട്രെൻഡി ആയിട്ടുണ്ട്. ഇത് എന്ത് പാറ്റേൺ ആണിത്? ഇത് കഫ്താൻ ടൈപ്പ് ആണ്. ഓക്കെ. ഇത് ജീൻസിന്റെ കൂടെയും ലെഗിൻസിന്റെ കൂടെയും നന്നാവും. ഓക്കെ. ഇതൊക്കെ ഷോർട്ട് ടോപ്സ് ആയിരിക്കും അല്ലേ? അതെ, ടീനേജേഴ്സിന് പറ്റിയ, പെൺകുട്ടികൾക്ക് പറ്റിയ പലതരത്തിലുള്ള പല കളേഴ്സിലും ട്രെൻഡി കളേഴ്സിലുള്ള ടോപ്സ് ആണ്. ഇതൊക്കെ ജീൻസിന്റെ കൂടെയും ലെഗിൻസിന്റെ കൂടെയൊക്കെ പോകും അല്ലേ? ഇതൊക്കെ ഫാസ്റ്റ് മൂവിങ്. ഇപ്പോൾ ടീനേജേഴ്സ് മാത്രമല്ല, ഓഫീസ് ഗോയിങ് ആൾക്കാർ പോലും ഇത് പ്രിഫർ ചെയ്യും. കാഷ്വൽ വെയർ ആയിട്ടും യൂസ് ചെയ്യാതെ. അതെ, ഓക്കെ. ഇത് വളരെ ഡിഫറെന്റ് ആയിട്ടുണ്ട്. നല്ലൊരു പാറ്റേൺ, നല്ല കട്ടാണ്. ഇതും ഇപ്പോഴത്തെ ഒരു മൂവിങ് പീസ് ആണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അതെ അതെ. ഇതെല്ലാം കോട്ടൺ കുർത്തീസാണ്. ഷോർട്ട് ആൻഡ് ലോങ് എല്ലാം 50 dirhams തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. എല്ലാ ഏജ് ഗ്രൂപ്പിനും പറ്റുന്ന കുർത്തീസാണ്. അതെ അതെ. നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. അതെ അതെ. ഇതൊക്കെ ട്രഡീഷണൽ പാകിസ്ഥാനി ടച്ചും പ്ലസ് ഇന്ത്യൻ ഒരു കട്ടുമുള്ള ഒരു പീസാണ് ഇതൊക്കെ. ഇപ്പോൾ നമ്മൾ കണ്ട എല്ലാ ടോപ്സിലും കുർത്തീസിലും ഒക്കെ പറ്റിയ ലെഗിങ്സ് ഇവിടെ അവൈലബിൾ ആണ്. പല കളേഴ്സിലും പല സൈസസിലും. ഇതിൽ നമുക്ക് 2 വെറൈറ്റീസ് ഉണ്ട്. ഒന്ന് 2-way ലെഗിങ്സ്, അത് അധികം സ്ട്രെച്ച് ആവില്ല. ഓക്കെ. ഇനി 4-way നമുക്കുണ്ട്. 4-way ആകുമ്പോഴത്തേക്കും കുറച്ച് ഫാറ്റായ ആൾക്കാർക്കും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും. ഒരുപാട് നന്നായിട്ട് സ്ട്രെച്ച് ആവും. അവർക്കത് കംഫർട്ടബിൾ ആയിരിക്കും ഇടുമ്പോൾ. ഇതിന്റെ രണ്ടിന്റെ പ്രൈസ് എങ്ങനെയാ? പ്രൈസ് ഇത് 25 dirhams, ഇത് 45 dirhams. ഓക്കെ. കുർത്തീസിന്റെയും ലെഗിങ്സിന്റെയും വളരെ ഡിഫറൻ്റായ കളക്ഷനുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. കൂടുതൽ മനോഹരമായ കാഴ്ചകളുമായി ക്യാപിറ്റൽ ലൈഫിലൂടെ വീണ്ടും കാണാം. അഹ്ലൻ അബുദാബിയുടെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം agin@amrdatv.com. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.